അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങി വെച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മുദ്രാവാക്യം എന്തുകൊണ്ട് ഈ കുഞ്ഞ് വിളിക്കാൻ ധൈര്യം കാണിച്ചു? അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ എനിക്ക് പരിചയമുള്ള ഇസ്ലാം ഇങ്ങനെയുള്ളതല്ല, കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പരിചയമുള്ള മുസ്ലിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരായിരുന്നു, ഇപ്പം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ആളുകൾ ചോദിച്ചല്ലോ. എന്തുകൊണ്ടാ മാറ്റം വന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് ഇസ്ലാമിൻ്റെ ഫങ്ഷനിങ് അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം അതിന് റിലീജിയൻ എന്നുള്ള നിലയിലല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല. അത് അടിമുടി രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലാണ്. ആളുകൾ പറയുന്നത് കേൾക്കാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന്. പ്രത്യേകിച്ച് പറയേണ്ട, അത് ഓട്ടോമാറ്റിക് പൊളിറ്റിക്കൽ തന്നെയാണ്. റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല വാസ്തവത്തിൽ. പൊളിറ്റിക്കൽ തന്നെ. ഒരു പ്രദേശം പിടിച്ചെടുക്കുക, അവിടെ അധികാരം നേടുക, ആ അധികാരത്തിൻ്റെ ബലത്തിൽ അവിടെയുള്ള എല്ലാവരെയും മുസ്ലിങ്ങളാക്കുക, എന്നിട്ട് അവിടെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ പ്രദേശത്തെ ആക്രമിക്കുക, അവിടെ അധികാരം പിടിച്ചെടുക്കുക, വീണ്ടും ഇത് തന്നെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുക. ഇതാണ് ആരംഭകാലം മുതലേ അവർ ചെയ്തു വരുന്ന സംഗതി എന്ന് പറയുന്നത്.